നമസ്തേ, സ്വാഗതം ബി2 ഓർഗാനിക്സിൻ്റെ 105-ാമത് എപ്പിസോഡിലേക്ക്. മധുരക്കിഴങ്ങ്, ഉണ്ടക്കിഴങ്ങ് എന്ന് മലബാറിൽ അറിയപ്പെടുന്ന, ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്കരക്കിഴങ്ങ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ജീവിതത്തിനെ തന്നെ മധുരമാക്കണ, അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ നേരാവണ്ണം നമ്മൾ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരാളാണത് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ ചക്കരക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്. അതിൽ തന്നെ വയലറ്റ് നിറത്തിലുള്ളതിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അതിന് 2 തരത്തിലുണ്ട്. തൊലിപ്പുറത്ത് ചുവപ്പും അല്ലെങ്കിൽ വയലറ്റിൻ്റെ ലൈറ്റ് വയലറ്റ് എന്ന് പറയുന്നതും വെള്ളയുണ്ട്. അപ്പം നമ്മളിത് പരിചയപ്പെടുത്തുന്ന ചെടി തൊലിപ്പുറത്ത് തന്നെ അതിൻ്റെ വയലറ്റ് നിറത്തിലുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇത് ചർമ്മം തിളങ്ങാൻ, ഹൃദയാരോഗ്യത്തിന്, യുവത്വം നിലനിർത്താനായിട്ട്. എന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഒരാൾക്ക് ഒരു ദിവസം വേണ്ടതിൻ്റെ 4 മടങ്ങ് വിറ്റാമിൻ എ ഒരു മധുരക്കിഴങ്ങ് തന്നെ കിട്ടുന്നുണ്ടെന്നാണ് പറയണത്. മാത്രമല്ല പൊട്ടാസ്യം അടക്കമുള്ള ധാതുക്കളും കാർബോഹൈഡ്രേറ്റുകളും ധാരാളം നാരുകളും ഉണ്ടാവുകൊണ്ട് തന്നെ ദഹനം സുഗമാക്കുന്നുണ്ട്. അമിതവണ്ണമുള്ളവർക്ക് ഇത് നല്ലോണം ഉപയോഗിക്കാം കേട്ടോ. അതേപോലെ വിറ്റാമിൻ എ, ബി, സിയുടെ ഒക്കെ ഗുണഫലങ്ങൾ തരും. അതുകൊണ്ട് ലേശം കാർബോഹൈഡ്രേറ്റിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചാൽ, ചോറ് കുറച്ചാൽ നമുക്ക് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കലവറയാണ് കേട്ടോ. അതുകൊണ്ട് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നുണ്ട്. ചർമ്മ സൗന്ദര്യത്തിന് നമ്മളെ സഹായിക്കുന്നതിലുള്ള ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ്. വിറ്റാമിൻ സി ധാരാളം ഉണ്ടാവുകൊണ്ട് ഉയർന്ന രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ചിലർ പറയണതാണ് മധുരക്കിഴങ്ങാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റില്ല എന്ന്. ഇതിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാക്കാൻ സാധിക്കും. എങ്ങനെ? കൂടുതൽ നേരം വേവിച്ചിട്ട് ഒരു 7-8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞു വെച്ചാൽ പ്രമേഹ രോഗികൾക്കും പലപ്പോഴൊക്കെ ഇത് കഴിക്കാട്ടോ. കാഴ്ചശക്തിക്ക് ഉത്തമമാണ്, കാരണം വിറ്റാമിൻ എ അതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ സ്ത്രീകളിൽ പലപ്പോഴും കണ്ടുവരുന്ന ഹോർമോൺ ചേഞ്ച്, ഇംബാലൻസ്, അസ്ഥിയുടെ ആരോഗ്യത്തിന് ഒക്കെ അത് സഹായമാണ്. പിന്നെ നീർവീക്കം കുറയ്ക്കാനായിട്ട്, തലച്ചോറിൻ്റെ ആരോഗ്യത്തിന്, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഒക്കെ അത്